ഒരാഴ്ച മുമ്പ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശുവിനെ അമ്മ ബാത്റൂമിന്റെ ജനാല വഴി പുറത്തേക്കെറിഞ്ഞ വാർത്ത നമ്മൾ അറിഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയുടെ പങ്കാളി ഇല്ലാതാക്കിയ വാർത്തയാണ്. അതും അമ്മയുടെ അറിവോടെ. 2 കുഞ്ഞുങ്ങളും നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ജനിക്കുമ്പോൾ തന്നെ വലിച്ചെറിയപ്പെടുക, ചേർത്ത് നിർത്തേണ്ടവർ പോലും അകറ്റി നിർത്തുക, കരുതലാകേണ്ടവർ ഘാതകരായി മാറുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച ശാരീരിക മാനസിക വേദന നമുക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥകളായി വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ സംഭവത്തില് 19 വയസ്സുള്ള പെൺകുട്ടി ഗർഭം മറച്ചു വെച്ചു. പ്രസവം വരെയും ആ കുട്ടി ആരോടും തുറന്നു പറയുന്നില്ല. പ്രസവശേഷം യാതൊരു മനസ്താപവും ഇല്ലാതെ കുഞ്ഞിനെ വലിച്ചെറിയുന്നു. കുഞ്ഞിന്റെ അച്ഛൻ പിന്നെ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യങ്ങളിലൊന്ന്, എന്തുകൊണ്ടാകാം 9 മാസക്കാലം ആ പെൺകുട്ടിക്ക് ഗർഭം മറച്ചു വെക്കേണ്ടി വന്നത്? കാര്യങ്ങൾ തുറന്നു പറയുന്നത് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ആ പെൺകുട്ടിക്ക് തോന്നിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാകാം? ആ പെൺകുട്ടി ചെയ്തതിന് സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ ന്യായീകരണമില്ല. എന്നിരുന്നാലും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ ഗർഭാവസ്ഥയിൽ അതിന് കൃത്യമായിട്ടുള്ള ശാരീരിക മാനസിക പിന്തുണ കൊടുക്കാൻ നമ്മൾ ആരൊക്കെ തയ്യാറാകുമായിരുന്നു എന്നതും ഒരു ചർച്ചാ വിഷയം തന്നെയല്ലേ? എന്ത് തന്നെ ആയാലും ഒരർത്ഥത്തില് നാം എല്ലാവരും അടങ്ങുന്ന സമൂഹം കൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദികളാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചാല് ഇനി അടുത്ത എന്ത് ചെയ്യും, എവിടെ പോണം എന്ന് നമ്മൾ എത്ര പേർക്ക് അറിയാം? ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കരുതൽ സ്വീകരിക്കണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തത് ഇതിന് പിന്നിലെ ഒരു പ്രധാന കാരണം തന്നെയാണ്. സുരക്ഷിതമായ ലൈംഗിക ബന്ധം, കൺസെന്റ്, കോൺട്രാസെപ്റ്റീവ്, ഗർഭധാരണ സാധ്യതകൾ, സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇതിനെ പറ്റിയിട്ടെല്ലാം സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് ശരിയായ സമയത്ത് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവര് ഒരുപാട് സംശയങ്ങളുമായിട്ടും ക്യൂരിയോസിറ്റിയുമായിട്ടും ഒക്കെ നടക്കുന്ന കുട്ടികളാണ്. അപ്പൊ അത്തരം സംശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയെ ശരികൾ കൊണ്ട് അല്ലെങ്കിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് തിരുത്തി കൊടുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ ചെയ്യാതെ വരുമ്പോ എന്ത് സംഭവിക്കും? സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് അവർ ഉത്തരങ്ങൾ തേടിപ്പോവും. അങ്ങനെ വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ അവർ ക്ഷണിച്ചു വരുത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം നോക്കൂ. കുട്ടിയുടെ രണ്ടാമച്ഛന്റെ മനസാക്ഷി ഇല്ലാത്ത ക്രൂരതയാ കാണാൻ പറ്റുന്നത്. ഇവിടെ രണ്ടാമച്ഛന്റെ പ്രവൃത്തിയെക്കാട്ടിലും വിഷമം തോന്നിയത് കുഞ്ഞിനെ പ്രസവിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മനോഭാവമാണ്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കുക. മാസങ്ങളോളം നീണ്ടു നിന്ന ക്രൂരതയുടെ പ്രതിഫലനം നമുക്ക് ആ കുഞ്ഞു ശരീരത്തിലെ മുറിവുകളിലും പൊള്ളലുകളിലും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികൾ എന്നത് രക്ഷിതാക്കളെ പോലെ തന്നെ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും പരാജയമാണതെന്ന. കുട്ടികളുടെ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഭയം കണ്ടാലും സ്ഥിരമായിട്ട് സ്വാഭാവികമല്ലാത്ത രീതിയിൽ കരച്ചിൽ കേൾക്കുമ്പോഴും ഒക്കെ അത് അവരുടെ കുടുംബത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. 1.5 വയസ്സുകാരന് അവന്റെ വേദന ലോകത്തെ അറിയിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല. അവന്റെ കരച്ചിലാണ് അവന്റെ ഭാഷ. നിർഭാഗ്യവശാൽ ആ കരച്ചിൽ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു കുഞ്ഞിന് സുരക്ഷിതമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാമെങ്കിൽ മാത്രം ദയവായിട്ട് കുഞ്ഞുങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഗർഭധാരണം ഒഴിവാക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ലൈംഗിക സംതൃപ്തിക്ക് ഗർഭം ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. ഈ സംഭവങ്ങളെല്ലാം കോമൺ ആയിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. അത് ഈ മനുഷ്യരിലെ ഒക്കെ സഹാനുഭൂതി ഇല്ലായ്മയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വ്യക്തി തന്റെ ആദ്യ ഭാര്യയോടും ചെയ്ത ക്രൂരത നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം പങ്കാളിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കോമ അവസ്ഥയിലാക്കുക, പിഞ്ചു കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്ത് ഇല്ലാതെയാക്കുക, സ്വന്തം കുഞ്ഞിനെ ഒരുത്തൻ ഇല്ലാതാക്കുന്നത് കണ്ടോണ്ടേ നിൽക്കുക, പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിയാൻ കഴിയുക, ഇതൊക്കെ രണ്ടാമത് ചിന്തിക്കുക പോലും ചെയ്യാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള വസ്തുത ശരിക്കും ഭയപ്പെടുത്തുന്നു. 2 സംഭവങ്ങളിലും പ്രതികളായവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ചയും 2 ദിവസങ്ങളിൽ അവസാനിക്കുന്ന ഒരു പ്രഹസനമായിട്ട് മാറാൻ പാടില്ല. ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനും നമ്മുടെ സമൂഹത്തിൽ ഈ ഗതി വരാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. താങ്ക് യു.